أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 23-ാമത്തെ ആയത്താണ് നിങ്ങൾ ശ്രവിച്ചത്. അർത്ഥം: നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ ഒരു വിരിപ്പും ആകാശത്തെ മേൽത്തട്ടുമാക്കുകയും മേഘത്തിൽ നിന്നു ജലം വർഷിപ്പിച്ച് അത് മുഖേന നിങ്ങൾക്ക് ഫലവർഗങ്ങളിൽ നിന്നുള്ള ആഹാരത്തെ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്തവനാണവൻ. അതിനാൽ നിങ്ങൾ അറിയുന്നവരായിരിക്കെ അള്ളാഹുവിന് സമന്മാരെ സങ്കൽപ്പിക്കരുത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇതിന് മുമ്പുണ്ടായിരുന്ന ആയത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അവൻ നിന്നെയും നിന്റെ പൂർവികരെയും സൃഷ്ടിച്ചവനാണ് എന്ന് പറയുകയുണ്ടായി. ഇപ്പോൾ ഈ ആയത്തിൽ പറയുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. മനുഷ്യന്റെ പ്രവർത്തികളെല്ലാം തന്നെ ഇതിനെ ചുറ്റിപ്പറ്റിയാണ് കിടക്കുന്നത്. ഉദാഹരണത്തിന്, മനുഷ്യന്റെ വ്യാപാരം, കൃഷി, വ്യവസായം, യാത്രകൾ, ഈ എല്ലാ കാര്യങ്ങളും ഭൂമിയുടെയും ആകാശത്തിന്റെയും സ്വാധീനങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതിനാൽ ഭൂമിയും ആകാശവും അവയുടെ സ്വാധീനങ്ങളും സൃഷ്ടിച്ചവന് മാത്രമേ മനുഷ്യന്റെ പ്രവർത്തികളെ ശരിയായ പാതയിൽ നയിക്കാൻ കഴിയൂ. മറ്റൊരു ശക്തിക്കും ഈ കാര്യത്തിൽ പൂർണ്ണമായ മാർഗനിർദ്ദേശം നൽകാൻ കഴിയില്ല. കാരണം അവർക്ക് അവയുടെ മേലിൽ യാതൊരു അധികാരവുമില്ല. അതിനാൽ ഭൂമിയെ നിനക്ക് വിരിപ്പായി നൽകിയ ദൈവത്തെ ആരാധിക്കുവിൻ എന്ന് പറഞ്ഞു. അതായത് ഭൂമിയെ നിനക്ക് ഉപയോഗിക്കാനും വിശ്രമിക്കാനും കഴിയുന്ന വിധത്തിൽ സൃഷ്ടിച്ചു. ഭൂമിയെ വിരിപ്പാക്കി എന്നതിന്റെ അർത്ഥം മനുഷ്യന്റെ വിശ്രമത്തിനുള്ള സൗകര്യങ്ങൾ ഭൂമിയിൽ സൃഷ്ടിച്ചു എന്നാണ്. എന്നാൽ ഭൂമിയിലെ എല്ലാ പ്രവർത്തനങ്ങളും മനുഷ്യന്റെ വിശ്രമത്തിന് കാരണമാകുന്നില്ല. ഈ ഭൂമി തന്നെ മനുഷ്യന്റെ നാശത്തിനും കാരണമാകാം. അതിനാൽ ഭൂമിയുടെ ശക്തികളിൽ നിന്ന് ശരിയായ പ്രയോജനം നേടാൻ ഒരു നിയമവും അതുപോലെ ഒരു മാർഗനിർദ്ദേശവും ആവശ്യമാണ്. അത് ഈ ഭൂമിയെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിന്റെ നിയമവും മാർഗനിർദ്ദേശവുമാണ്. ആകാശത്തെ മേൽക്കൂരയാക്കി എന്നതിന്റെ വിവക്ഷ ആകാശത്തെ സംരക്ഷണത്തിന്റെ ഉപാധിയായി സൃഷ്ടിച്ചു എന്നാണ്. സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും പ്രകാശം മനുഷ്യന് എങ്ങനെ ആയിരക്കണക്കിന് പ്രയോജനം നൽകുന്നുവോ, എന്നാൽ അവയിലും പ്രതികൂല സ്വാധീനങ്ങൾ ചെലുത്തുന്നതുമുണ്ട്. അത് മനുഷ്യന്റെ ധാർമ്മികതയിലും അതേപോലെ ശീലങ്ങളിലും പ്രഭാവം ചെലുത്തുന്നു. പല രോഗങ്ങളും അപകടങ്ങളും നക്ഷത്രങ്ങളുടെ ചലനങ്ങളുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. ഉദാഹരണത്തിന് ഹുസൂർ പറയുന്നു, ഞാനൊരു പരീക്ഷണം നടത്തി. അതിൽ പൂർണ്ണചന്ദ്രൻ ഗ്രഹണം നടക്കുന്ന പ്രദേശങ്ങളിൽ ആ കാലത്ത് പ്രസവ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വളരെയധികം ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ചുരുക്കത്തിൽ ഭൂമിയും ആകാശവും ഒന്നിച്ച് മുഴുവൻ ലോകത്തിലും വിവിധ സ്വാധീനങ്ങൾ ചെലുത്തുന്നു. എന്നാൽ ഈ തരത്തിലുള്ള ചില നിരീക്ഷണങ്ങൾ കാരണം ചിലർ തെറ്റിദ്ധാരണയിൽ മുഴുകി സൂര്യനെയും ചന്ദ്രനെയും അതേപോലെ നക്ഷത്രങ്ങളെയും ദൈവമാണെന്ന് വിശ്വസിക്കുകയും അവയെ ആരാധിക്കുകയും ചെയ്യുന്നു. ഈ ഖുർആനിക വചനത്തിൽ വിശദീകരിക്കുന്നത് ഭൂമിയിലും ആകാശത്തും അള്ളാഹു മനുഷ്യന്റെ സൗകര്യത്തിനായി സൗകര്യങ്ങൾ സൃഷ്ടിച്ചു എന്നാണ്. എന്നാൽ ഈ സൗകര്യങ്ങളിൽ ചിലത് വ്യക്തവും അതേപോലെ ചിലത് മറഞ്ഞിരിക്കുന്നതുമാണ്. അതിനാൽ
മനുഷ്യൻ ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കണം. അങ്ങനെ അവന് ഈ സൗകര്യങ്ങളിൽ നിന്ന് ശരിയായ രീതിയിൽ പ്രയോജനം നേടാനുള്ള കഴിവ് ലഭിക്കുകയും അവയുടെ മറഞ്ഞിരിക്കുന്ന ദോഷങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. കാരണം എല്ലാ മുൻകരുതലുകൾ സ്വീകരിച്ചാലും ഭൂമിയുടെയും അതേപോലെ നക്ഷത്രത്തിന്റെയും വ്യതിയാനങ്ങളുടെ ദോഷങ്ങളിൽ നിന്ന് മനുഷ്യന് പൂർണ്ണമായും രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിന് മാത്രമേ അവനെ പൂർണ്ണമായി സംരക്ഷിക്കാൻ കഴിയൂ. അതുപോലെ അസ്സമാ എന്നതിന്റെ അർത്ഥം ഉയരമെന്നാണ്. ഈ ഉയരം എന്നതിന്റെ വിവക്ഷ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും കാണപ്പെടുന്ന മുഴുവൻ ആകാശമാണ്. അതുപോലെ ഈ ആകാശത്തെ മേൽക്കൂരയാക്കി എന്നതിന്റെ അർത്ഥം ഈ ഉയരത്തെ സംരക്ഷണത്തിന്റെ ഉപാധിയാക്കിയിരിക്കുന്നു എന്നതാണ്. അതുപോലെ മിനസ്സമായി മാൻ, ആകാശത്തിൽ നിന്ന് എന്നതിന്റെ അർത്ഥം ആകാശത്തിന്റെ ഉയരത്തെയല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് മേഘത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു അർത്ഥത്തിൽ അസ്സമാ എന്ന പദം വിശുദ്ധ ഖുർആനിൽ പല ഭാഗങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ മാൻ എന്നതുകൊണ്ട് മഴ കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. മഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൽഹാം കൂടിയാണ്. അതായത് ഭൗതിക ലോകത്തിന്റെ പൂർണ്ണത ഭൂമിയുടെയും ആകാശത്തിന്റെയും ശക്തികൾ ഒന്നിക്കുന്നതിലൂടെയാണ് സംഭവിക്കുന്നത്. ഉദാഹരണത്തിന്, ഭൂമിയിലെ വെള്ളത്തെ മനുഷ്യർ മലിനമാക്കുമ്പോൾ ആകാശത്ത് നിന്ന് പുതിയ വെള്ളം വന്ന് അത് ശുദ്ധമാക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യൻ ശ്വാസം കൊണ്ട് വായു മലിനമാക്കുമ്പോൾ ആ വായു മുകളിലേക്ക് പോയി വീണ്ടും ശുദ്ധമാകുന്നു. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ കണ്ണും. ഏതുവരെ ആകാശത്തിൽ നിന്ന് സൂര്യപ്രകാശം പതിക്കുന്നില്ലയോ അതുവരെ അതൊരു ഉപകാരവും ചെയ്യുകയില്ല. അതുപോലെയാണ് ആത്മീയതയുടെയും അവസ്ഥ. മനുഷ്യന്റെ ഉള്ളിൽ ബുദ്ധിയുണ്ടെങ്കിലും എന്നാൽ ഇൽഹാം അതിനോട് ചേർന്നെങ്കിൽ മാത്രമേ അത് ശരിയായി പ്രവർത്തിക്കുകയുള്ളൂ. അതിനാൽ അള്ളാഹുവുമായുള്ള ബന്ധമില്ലാതെ മനുഷ്യന് ഒരിക്കലും വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം അടുത്ത ദർസിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.